ഇട്ടിച്ചൻ്റെ മൂത്തതാ സാറാമ്മ, അറിയില്ലേ? ചെറുപ്പത്തിലേ മടത്തിപ്പോയതാ. ഈ ഇട്ടിച്ചൻ ഞങ്ങൾ ആരെന്തു പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം മുഴുവനും അലച്ചിലായിരുന്നേ. പിന്നെ ഞാനും കൊച്ചു കുഞ്ഞും കൂടി വട്ടമിട്ട് പിടിച്ച ഒന്ന് കെട്ടിച്ച് വീട്ടിൽ ഇരുത്തി. അതിന് ശേഷം എന്നാ 3 കൊച്ചുങ്ങളെ ഉണ്ടാക്കി. പിന്നെ ഏലിയമ്മച്ചിയുടെ മരണത്തോടെ മൂപ്പര് പെട്ടിയെടുത്ത് മലയിറങ്ങിയതാ. പിന്നെ പിള്ളേരെല്ലാം പല വഴിക്കായല്ലേ. അതെന്ത് പറ്റിയത്? ആ മോനച്ചൻ്റെ സ്വഭാവം അറിയാമല്ലോ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അല്ലാതെ ഇട്ടിച്ചൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. അതെന്ത് തെറ്റ്? അതിപ്പോൾ അപ്പനും മക്കളും ഒക്കെ ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ. എന്ത് പ്രശ്നം? പതുക്കെ പറ. മരിച്ച വീടാ ഇത്. ഇപ്പം ഇങ്ങോട്ട് വന്ന് ചേച്ചൻ എത്ര പ്രാവശ്യം വിളിച്ചൊന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ട് വരാൻ പറ്റാഞ്ഞോണ്ടല്ലേടി. ആതുരസേവനം വീട്ടിൽ നിന്നല്ലേ സാറാമ്മയെ തുടങ്ങേണ്ടത്. എന്നാ നിങ്ങൾ സംസാരിച്ചിരി, ഞാൻ പോയേ മാണിയെ കണ്ടേച്ചും വരാം. സത്യം പറ, നീ ആരെയൊക്കെ എന്റെ വീട്ടിൽ നീ പറഞ്ഞ പ്രശ്നമൊന്നല്ല ഇവനെ കഴപ്പാണ്. എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. സത്യം പറട്ടെ, മറ്റേ ജാടത്തേണ്ടില്ലേ സീരിയലുകാരൻ, അവനൊന്ന് വീട്ടിൽ കയറ്റിയെടുത്തിട്ടാണ് തളയക്കണ ആവശ്യം എനിക്കില്ലടാ. നീ കൈവിട്. ഓക്കെ എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം. എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ പെഗാണ്. ജവാനെ സമ്പത്തേ, അപ്പോൾ നടക്കട്ടെ. നിനക്ക് സമാധാനമായല്ല. ഇനിയെങ്കിലും പറ, എന്താ നിന്റെ പ്ലാൻ? അത് പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതിലുപരി നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു റീയൂണിയനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേട്ടാ, റീയൂണിയൻ എൻ്റെ വീട്ടിൽ. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ ഫൈസലേ? എന്താണ് നീ എന്താണ് ഹാപ്പി ആവാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ വല്ല റിസോർട്ടിൽ വെച്ച് പരിപാടി നടത്താൻ. നീ എന്നോട് പറഞ്ഞത് റീയൂണിയനാണ്. അതിന് സർപ്രൈസ് അല്ലേ? മറ്റടുത്ത സർപ്രൈസ് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളും അല്ലേ? ഇപ്പൊ മനസ്സിലായി? ഞാൻ ഇനി ഇറങ്ങില്ല. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇറങ്ങില്ല. സെറ്റ് കൊണ്ട് ഇപ്പൊ ഇറങ്ങണം. നീ ആദ്യം ഞാൻ ഇറങ്ങില്ല. ശക്തിമാനെ ടീഷർട്ട് ഇറങ്ങണം ബർത്ത്ഡേക്ക്. ശക്തിമാനാ? 12,000 രൂപ കൊടുത്ത് വെർസാച്ചയുടെ ടീഷർട്ട് ശക്തിമാനാ? പോടാ പട്ടി. പട്ടിയാ? കിടക്കാൻ സമയത്ത് എണീക്ക്. എന്താണ് പ്രശ്നം? എടാ സമ്പത്ത്, ഇവരാരും വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. അടുത്തിനി ആരാണ്? ഹാപ്പി ബർത്ത്ഡേ ജോയ്മോൻ. ഹായ് സമ്പത്ത്. ഇതെന്താ ഐഫോണാണോ? ഐഫോൺ ഒന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. യുവർ പ്രസൻസ് ഇറ്റ്സെൽഫ് ഈസ് എ ഗിഫ്റ്റ്. മേലെ DJ പാർട്ടിയൊക്കെ ഉണ്ട്. വരുന്നോ? വാ, പെട്ടെന്ന് വല്ല, നമുക്ക് ലെറ്റ്സ് റോക്ക്. കം ഓൺ. അമ്മ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ, സന്തോഷായി. ഞാൻ എന്നാ പോട്ടെ. നീ എവിടെ പോണു? അല്ല, ഇനി ഞാൻ എടുക്കുന്നത് ശരിയല്ല. പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നല്ലോ. എടാ, ഇതുവരെ എല്ലാം ഓക്കേടാ. ഓക്കെ? ഞാൻ ഓക്കെ അല്ല. കുറച്ചു മുന്നേ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. എടാ, ഇതുവരെ വന്നവരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാ? ആരും കുഴപ്പമില്ല. അവളെ കുഴപ്പമില്ല അല്ലേ? ഞങ്ങളെ കാട്ടുവഴി സമ്പത്തെ ഞാൻ പോണു. ഇനി നീ ആരും വരാണ്ട് നോക്കിയാൽ മുത്തല്ലേ നോക്ക്. ഞാൻ മുന്നോട്ടോ? ഞാൻ വരാ. ചെല്ല്. വരാടാ, പോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ.
എന്തൊക്കെ പറഞ്ഞാലും ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടി തന്നെയാണ്. അതിനെന്തിനാ നീ ചൂടാകുന്നത്? അവന്റെ അടുത്ത് വരാൻ പറയണ പെങ്ങളെ. അല്ല എന്താണ് അവന്റെ ഉദ്ദേശം? എന്താണ്? ഞാൻ വരെ വന്നില്ലെങ്കിൽ താനാരെ അങ്ങനെ അറിയാം. ആർക്കറിയാവുന്ന? മരിച്ച ആൾക്കറിയാന്ന്. അതാണ് പ്രശ്നം. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഗേട്ടന്റെ അച്ഛനാണ് ഇപ്പൊ ഇതേപോലെ കിടക്കണമെങ്കിൽ ഏട്ടൻ മാതിരി പണി ചെയ്യോ പറയും. അതിനാ കിടക്കുന്ന എന്റെ അപ്പനല്ലല്ലോ. നിന്റെ അപ്പനും അല്ല. എന്റെ അപ്പനാണെങ്കിൽ പട്ടി വരും. എടാ ഞങ്ങളുടെ കുടുംബക്കാരിൽ നിനക്കെന്നാ പ്രശ്നം? തന്തയില്ലാത്ത കാണിക്കുന്നത്. എനിക്ക് തോന്നില്ല മോണിച്ചെന്ന് പറയുന്ന ആൾ ഇങ്ങാർക്കുണ്ടായാന്ന്. നാറി നിർത്തണോ? വിട്ടോ വേണ്ട, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാനേ സജിയേട്ടന്റെ ആളാണ് പറയാ. വേണ്ട വിട്ടോ. സജിയേട്ടൻ അറിയില്ലയോ? നാറിയോ? സജിയേട്ടന് നാറിയോ? ഞാൻ അപ്പളേ പറഞ്ഞു ഇവിടെ സേഫല്ല സേഫല്ലാതെ. എന്താടാ എന്താ പറയണു? നിങ്ങൾ അറിയില്ല. അതിന് നിങ്ങൾ ഇറങ്ങി വരുന്നത് നിങ്ങൾ ആരെങ്കിലും കാണിച്ചു കൊടുക്കി. എടാ മിണ്ടല്ലേടാ, ഒരു മരണവീരാണത്. എടാ നിന്റെ കാല് പിടിക്കടന്ന് അറിയാതെ വന്നിങ്ങട്. ഒരു മര്യാദ ഇല്ലാത്തമാരാ. കേട്ടാ കേട്ടാ, ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾ. എടാ മിണ്ടടാ. നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ മര്യാദ പഠിപ്പിക്കാൻ പറ്റാ. വാട സച്ചി കാണിച്ചായോ? എന്നാ ഒരു ബഹളം? പ്രശ്നമാണോ? ഒന്നും ഇല്ലടാവേ. നടുവൊടിഞ്ഞെന്റെ പൊന്നോ, എന്നാ ഒരു റോഡായത്. എന്നാ ദൂരം വരൂടാ. നമുക്ക് എന്നായാലും ഒന്ന് കേറിയിട്ട് പോകാം കേട്ടോ. ഉറപ്പാന്നേ? ഓ അതൊരു 10 പൈസയുടെ കുറവുണ്ടെന്നേ ഉള്ളൂ. നീങ്ങ കേറി പോരടാവേ. പിള്ളേരൊക്കെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയെ. ആഘോഷമാണല്ലോടാ. അല്ല പെട്ടെന്ന് കഴിക്കടാ. ആരുടെ ഉമ്മാര് നീ ഇങ്ങോട്ട് വന്നേങ്ങട്. നീ ഒന്ന് കൂടെ അഴിച്ചുവിട്ടെ. കണ്ണാ ഇത് മാറി നടക്കട്. അതുകൊണ്ടല്ലോടാ മുറിച്ച. കത്തിയുള്ള എന്നെ തന്നടാ. ഇവനാണോടത്? ഇവനാ എന്റെ പെങ്ങളെ വളയ്ക്കാൻ നോക്കിയാ തേണ്ടി. കണ്ടില്ല അവന്റെ കോലം. ഒരുമാതിരി കാട്ടിന്ന് ഇറങ്ങിയ പോലെ. വീട്ടിൽ കയറ്റാൻ പറ്റാത്തവനോടാ. അടുത്ത് വരുമ്പോ തന്നെ ഒരു റബ്ബറിന് വേണം. കൊച്ചിയിൽ വന്നിട്ട് റബ്ബർ വെട്ടാനാ എന്നാ കാണാല. വേണ്ട, ഞാനിവന്മാരായിട്ടൊന്ന് പണ്ട് കോർത്താണ്. ബുദ്ധിയില്ലാത്ത ടീമാണ്. അരയില് കത്തിയായിട്ട് നടപ്പ്. നമ്മളോട്ട് മോശമൊന്നല്ല. നിന്റെ വീടായിപ്പോ സമ്പത്തെ. പൈസലേ ഓരോ വെച്ചടാ.